ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് എന്താണ് കഴിഞ്ഞ വീക്ക് നടന്നത്, എങ്ങനെ നമ്മളുടെ കഴിഞ്ഞ സൺഡേ പറഞ്ഞത് ഇതിനകത്ത് കൊണ്ടുവരാം, അത് നോക്കാം നമുക്ക്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് കറക്റ്റ് കാര്യങ്ങൾ വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കാം. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അപ്പം കഴിഞ്ഞ മൺഡേയിൽ ഒരു റണ്ണ് മേളിലേക്ക് ബുള്ളിഷ് തന്നു, പിന്നീട് ചെറിയ കൺസോൾട്ടേഷൻ പോലെ വന്നിട്ട് താഴേക്ക് റിട്രേസ്മെൻറ്റ് ചെയ്തു. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പം നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ സാധനമാണ് നമ്മുടെ പ്രൈസ് ഡെലിവറി 4 രീതിയിലാണെന്ന്: എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ, റിവേഴ്സൽ, റിട്രേസ്മെൻറ്റ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം, ഇത് വീക്കിലിയിലാണ് നോക്കേണ്ടത്. ഇത് ചെറിയ ടൈം ഫ്രെയിമിൽ നടക്കത്തില്ല എന്നല്ല പറയുന്നത്. വീക്കിലി നോക്കിയാൽ നമുക്ക് ആ ഒരു ഡെയിലി ബയാസ് പിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എങ്ങനെ വീക്കിലിയിൽ നോക്കാം? അപ്പം നമുക്ക് മൺഡേയിൽ നോക്കാം. മൺഡേയിൽ എന്താണ് സംഭവിച്ചത്? മൺഡേയിൽ നമ്മൾ ചെറിയൊരു കൺസോൾട്ടേഷൻ ചെയ്തു. കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അതിനകത്തൊരു ഇതില്ല. കൺസോൾട്ടേഷൻ നമ്മൾ കണ്ടാൽ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അതിനകത്ത് വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൺസോൾട്ടേറ്റ് ചെയ്തു. കൺസോൾട്ടേഷൻ്റെ അക്യുമുലേറ്റ് ചെയ്തു. ഓക്കെ, കൺസോൾട്ടേറ്റ് ചെയ്തു. അക്യുമുലേഷൻ, കൺസോൾട്ടേഷൻ എല്ലാം ഒന്നാണ്. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളുടെ പ്രൈസ് കൂടുതൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്ന് അവിടെ കൂടുതൽ എൻട്രീസ്, ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബാങ്കുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഇവിടെ പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യും, എന്നിട്ട് അവർ ബുള്ളിഷിലേക്ക് പോകും. അപ്പം ഈ സാധനം പോകുന്നത്, ഈ ബുള്ളിഷ് എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചത് മാനിപ്പുലേഷനാണ്. ഓക്കെ, ഈ സംഭവം സംഭവിച്ചത് മാനിപ്പുലേഷനാണ്. മാനിപ്പുലേഷൻ ഒരു റിട്രേസ്മെൻ്റ് ആയിട്ടാണ് സംഭവിച്ചത്. ഈ മാനിപ്പുലേഷൻ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്കായിരിക്കും. അത് ഒരു റിട്രേസ്മെൻറ്റിലുള്ള ഒരു ട്രെൻഡിലുള്ള FEG ആവാം, 1 hour OB ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1 hour FEGയിലേക്കാണ് കറക്റ്റ് വന്ന് പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തത്. ഓക്കെ, 1 hour FEGയിലേക്കാണ് കറക്റ്റ് പ്രൈസ് വന്ന് മെഡിക്കേറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. വീക്കിലിയിൽ നോക്കണം. വീക്കിലിയിൽ നോക്കിയാൽ നമുക്ക് ആ ഒരു എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒറിജിനൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ കൺസോൾട്ടേഷൻ. അപ്പം മേളിലേക്ക് പോയി നമ്മളുടെ മെയിൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം ഉള്ളിൽ, പക്ഷേ നമ്മളുടെ ഇതൊരു മാനിപ്പുലേഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ വീക്കിൽ റിയൽ ട്രെൻഡ് സംഭവിക്കുന്നത് ഡൗൺ ട്രെൻഡിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം മാനിപ്പുലേഷൻ സംഭവിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥലത്തേക്കായിരിക്കും. ആ സ്ഥലത്തു നിന്ന് പ്രൈസ് റിട്രേസ് ചെയ്യാനായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളുടെ FEGയിൽ എത്തിക്കഴിഞ്ഞ് പ്രൈസ് നല്ലപോലെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇവിടെയും മാനിപ്പുലേഷൻ നടക്കുകയാണ്. അപ്പം ഇവിടുത്തെ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം റിവേഴ്സൽ പോകാൻ പോവാണ്, കറക്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥലത്തെത്തി. അതെങ്ങനെ മനസ്സിലാക്കാം? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ റിവേഴ്സൽ സംഭവിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് ഒന്ന് ചൊവ്വാഴ്ച, അല്ലെങ്കിൽ ബുധനാഴ്ച, അല്ലെ തിങ്കളാഴ്ച. ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലെ ഈ റിവേഴ്സൽ സംഭവിക്കുള്ളൂ. അത് നിങ്ങൾ ഏത് ദിവസങ്ങളിലെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി നോക്കാം. നമുക്ക് ഈ റിവേഴ്സൽ സംഭവിച്ചേക്കുന്നത് ചൊവ്വാഴ്ചയാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കണ്ടില്ലേ? ബുധൻ, ചൊവ്വ ഈ ദിവസങ്ങളിലാണ് നമ്മുടെ റിവേഴ്സൽ സംഭവിക്കുന്നത്. ആ റിവേഴ്സൽ സംഭവിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റിലായിരിക്കും. അതൊരു അക്യുമുലേഷൻ കഴിഞ്ഞ് മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ സാധനം ഒരു കറക്റ്റ് FEGയിലായിരിക്കും. ഇത് വീക്കിലി നോക്കുക. വീക്കിലി നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ്, ഇപ്പോൾ നിങ്ങൾ മെയിൻ ട്രെൻഡാണ് നോക്കുന്നതെങ്കിൽ ചൊവ്വ, ബുധൻ, വ്യാഴം അതൊരു ഇമ്പോർട്ടൻ്റ് ദിവസങ്ങളിലാണ്, സാധനത്തിലാണോ, FEGയിലാണോ, OBയിലാണോ,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി പൂൾ സ്വീപ്പ് ചെയ്തിട്ടാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾ അതിൻ്റെ റിട്രേസ്മെൻറ്റ് നോക്കുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയെ തുടങ്ങിയപ്പോഴേ എനിക്ക് ഈ ലോയോ അല്ലെങ്കിൽ ഈ ലോയോ സ്വീപ്പ് ചെയ്യുന്ന പോലെ കാണണമെന്ന്. കാരണം ഞാനിത് ഇത്ര എടുത്തു. എനിക്ക് അവിടെ എന്താണ് തെറ്റുപറ്റിയതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ക്വാർട്ടർ റിപ്പോർട്ടിനകത്ത് ഫുള്ള് ബുള്ളിഷാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് നോൺ കൊമേഴ്ഷ്യൽസ് എല്ലാം ബുള്ളിഷാണ്. അതിൻ്റെ ഒരു എഫക്റ്റാണ്. ഞാൻ ഈ ഒരു സാധനം ഹൈലി മാനിപ്പുലേറ്റഡ് ആണെന്ന് പറയാൻ കാരണം, വൺസ് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇത്രയും വലിയൊരു റിട്രേസ്മെൻറ്റ് നമുക്ക് തരാൻ പാടില്ല. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആണെന്ന് താഴേക്ക് നല്ലപോലെ ഫോഴ്സിൽ പോകും. കാരണം എന്താണെന്ന് ഫോഴ്സിൽ പോകാഞ്ഞത് നമ്മളുടെ നോൺ കൊമേഴ്ഷ്യൽസ് ഫുള്ള് ബുള്ളിഷിലാണ്. ഇപ്പോൾ ബുള്ളിഷിൽ പോകുമ്പം നല്ല ബുള്ളിഷ് എൻവയോൺമെൻറ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏതൊരു ബുള്ളിഷ് എൻവയോൺമെൻറ്റിലും നമ്മളുടെ ഒരു ബുള്ളിഷ് FEGയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു നല്ല എഫക്റ്റ് ഉണ്ടാവും. അതാണ് നമ്മളിവിടെ കണ്ടത് കഴിഞ്ഞ ദിവസം. അപ്പം 1 hour ഇപ്പോൾ ആ ഒരു ബുള്ളിഷ് എഫക്റ്റാണ്. കാരണം ബയാസ് നല്ലപോലെ ബുള്ളിഷാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബുള്ളിഷ് എൻവയോൺമെൻറ്റ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു ഹൈ ഒക്കെ സ്വീപ്പ് ചെയ്ത് ഇവിടെ ഒരു FEG മെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് പഴയ ട്രെൻഡിലേക്ക് തന്നെ വന്നു. നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷൻ സ്വീപ്പ് ചെയ്തു. ഇതാണ് മാർക്കറ്റ് മേക്കേഴ്സ് സെൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമ്മളുടെ ഒറിജിനൽ കൺസോൾട്ടേഷൻ്റെ ലിക്വിഡിറ്റിയിലേക്കായിരിക്കും. അതാണ് മാർക്കറ്റ് മേക്കേഴ്സ് സെൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മളുടെ ഏത് ദിവസങ്ങളിലാണ് റിവേഴ്സൽ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിരിക്കും റിവേഴ്സൽ മെയിനായിട്ട് സംഭവിക്കുന്നത്. അത് വീക്കിലിയിൽ നോക്കുക. വീക്കിലിയിലാണ് നമ്മളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് ഡെയിലി ബയാസ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം റിവേഴ്സലേ പോവുള്ളൂ. സെൽ ഓപ്പർച്യൂണിറ്റി എന്തോ വന്നാലും നമ്മൾ എടുക്കും. ഇതൊരു പ്രീമിയത്തിൽ വന്ന് നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി വന്ന് നമ്മൾ എടുക്കും. കാരണം നമുക്കറിയാം ഒറിജിനൽ കൺസോൾട്ടേഷൻ സ്വീപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതുപോലൊരു എൻവയോൺമെൻറ്റ് വരുന്നത് ഈ ഒരു എക്കണോമിയുടെ വിഷയം കൊണ്ടാണ് ഇങ്ങനൊരു സാധനം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു റിട്രേസ്മെൻറ്റ് വന്ന് പ്രൈസ് നല്ലപോലെ അടിച്ച് താഴേക്ക് പോകും. അതാണ്. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ എന്താണ് പാത്ത് വരയ്ക്കും. നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തു ഒറിജിനൽ കൺസോൾട്ടേഷൻ. അത് നിങ്ങൾക്ക് കൺസോൾട്ടേഷനായിട്ട് തോന്നുന്ന എന്താണല്ലോ എടുക്കാം. ഒരു വീക്ക് തുടങ്ങുന്നതിന് മുന്നേ അത് പോകുന്നതൊരു മെയിൻ പോയിന്റിലേക്കാണോ, ഒരു FEG വെയിറ്റ് ഒരു FEGയിലേക്കാണോ അല്ലെങ്കിൽ ഒരു OBയിലേക്കാണോ, അത് മെയിനായിട്ട് നോക്കണം. FEG ആണോ OB ആണോ എന്താണോ നോക്കുക. പിന്നീട് ഈ OBയിൽ മെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞില്ലേ എന്തുണ്ടായാലും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാകും. ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും. അതാണ് മാനിപ്പുലേഷൻ. എന്നിട്ട് അവിടുന്ന് റിവേഴ്സൽ ഉണ്ടാവും. ഈ റിവേഴ്സൽ ഉണ്ടാവുന്നത് ഇവിടേക്കായിരിക്കും, നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷനിലേക്ക് ഈ സാധനം ഉണ്ടാക്കിയെടുത്തോട്ട്. പിന്നീട് നമുക്ക് റിവേഴ്സലോ കാര്യങ്ങൾ എന്താണല്ലോ നോക്കാം. നമ്മളുടെ ആ വീക്കിലെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മളുടെ ബയാസ് നമ്മൾ വീക്കിലി കണ്ടെത്തുന്നത്. നമ്മളിങ്ങനൊരു ഒറിജിനൽ കൺസോൾട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം മാനിപ്പുലേഷൻ ഉണ്ടാവും. മാനിപ്പുലേഷൻ ഉണ്ടാവുന്നത് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്കാണ് നോക്കുക. അത് ഡെയിലിയിൽ പോയി നോക്കുക, ലോവർ ടൈം ഫ്രെയിം എന്നല്ലേ ഡെയിലിയിൽ പോയി നോക്കുക, 4 hourൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു FEGയോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പം നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തേത് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലാണ് സംഭവിച്ചത്. കാരണം ഈ സാധനം വരാൻ കാരണം നമ്മുടെ ബുള്ളിഷ് എൻവയോൺമെൻറ്റ് ഭയങ്കര കട്ടിയിലായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നല്ല ബയാസ് കൂടുതലാണ് ബുള്ളിഷായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇത് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഇത് നല്ലപോലെ ഡൗൺ അടിച്ച് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തു. നമ്മളുടെ ഇത് കൂട്ട് തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വീക്കിലിയിൽ പോവുകയാണെങ്കിൽ
നമ്മൾ എവിടെ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. നമ്മളുടെ ഡെയിലിയിൽ ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്? ഇതൊരു വീക്ക് പ്രൈസ് ആക്ഷനാണ്. ഈ ചാർട്ട് ഭയങ്കര വിഷയമാണ്. അപ്പം നമുക്ക് ഇതെടുക്കാം. ഈ FEG എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു OB ആണ് അല്ലേ? ഈ OBയുടെ ഓപ്പൺ പ്രൈസ് അല്ലെ മിഡും എടുക്കാം. മിഡ് പോയിൻ്റ്. ഈ മിഡ് പോയിന്റിലാണ് കറക്റ്റ് പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? അതെ, കറക്റ്റ് മിഡ് പോയിന്റിലാണ്. അതങ്ങനെ വരും. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മളുടെ പ്രൈസ് ഫുള്ള് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്പാൻഷൻ എങ്ങോട്ടാണ്. ഈ സാധനങ്ങളൊക്കെ നടക്കുന്നത് 1 2 3 4 ആഴ്ചത്തെ പരിപാടിയാണിത്. ഇത് നടന്നേക്കുന്നത് ഇവിടുത്തെ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ റിവേഴ്സൽ തന്ന് ബുധനാഴ്ച അവിടുന്ന് റൺ ചെയ്തു. വെള്ളിയാഴ്ച ആയപ്പം നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷൻ ഫുള്ള് ഗ്രാബ് ചെയ്തു. ഇതാണ് മൺഡേയിൽ മുന്നേ ആ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി. നമുക്ക് നേരെ നോക്കാം. ഇതൊരു കൺസോൾട്ടേഷനായിട്ട് എടുക്കാം. കൺസോൾട്ടേഷനാക്കി ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്ത് മൺഡേയിൽ റാലി. ട്യൂസ്ഡേയിൽ ടോപ്പിലെത്തി നമ്മളുടെ മെയിൻ സ്ഥലത്തെത്തി. OB അല്ലെ FEG എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ റിവേഴ്സലാണ് നോക്കുന്നത്. ഇവിടുന്ന് നമ്മളുടെ ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു. ഓക്കെ, നമ്മുടെ ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. താഴേക്ക് ബ്രേക്ക് വന്നു. പിന്നീട് ഫുള്ള് നമ്മൾ സെല്ലാണ് നോക്കുന്നത്. ഇത്രേ ഉള്ളൂ കാര്യം. ഇതിങ്ങനെ നടക്കുകയുള്ളൂ. ഈ ഒരു 4 രീതിയിൽ. ഈ 4 രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തേ? ഓക്കെ, 4 രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. കൺസോൾട്ടേഷൻ, റിട്രേസ്മെൻറ്റ്, എക്സ്പാൻഷൻ താഴേക്കാണ്. അത് റിവേഴ്സലായിട്ട് താഴേക്ക്. ഈ ഒരു 4 രീതിയിൽ സാധനം നടക്കുകയുള്ളൂ. ഈ ഒരു 4 രീതിയിൽ പ്രൈസ് ഡെലിവർ ആവുള്ളൂ. അത് വീക്കിലിയിൽ നോക്കുക. മനസ്സിലായില്ലേ? വീക്കിലിയിൽ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കിലിയിൽ നോക്കുക. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏത്? തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് റിവേഴ്സൽ ഉണ്ടാവുന്നത്. അപ്പം ഇത് വീക്കിലിയിലാണ് നോക്കേണ്ടത്. ഈ ഒരു സാധനം എല്ലാ ആഴ്ചകളിലും ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലാക്കി ക്യാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പാൻഷനിലാണോ, നിങ്ങൾ അക്യുമുലേഷനിലാണോ, അതോ കൺസോൾട്ടേഷനിലാണോ? അക്യുമുലേഷൻ ഒന്നാണ്. അപ്പം അക്യുമുലേഷനിലാണോ, എക്സ്പാൻഷനിലാണോ, റിവേഴ്സലിലാണോ, ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വ്യാഴാഴ്ചകളിൽ ഈ സംഭവം നല്ലപോലെ സംഭവിക്കുന്നത് ഈ CPI ഒക്കെ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ, FOMC സമയങ്ങളിലും കാണാം. സംഭവിച്ചാലായി, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിലോ ഇതിലോ അല്ലെങ്കിൽ വേറെ വീഡിയോ ചെയ്യണോ, അങ്ങനെ എന്തുവാന്ന് വെച്ചാൽ പറയാം, നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.